ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണ നിശാന്ത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക്കൂമ്പ് കൊണ്ടൊരു ഉപ്പേരിയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ മുളക്കൂമ്പെല്ലാം വെട്ടി വന്നു. അതിനുശേഷം നമുക്കതിനൊന്ന് നന്നാക്കി എടുക്കാം. നിങ്ങളും മുളക്കൂമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടൂ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അല്ലി ഓരോന്നായി പറിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗമേ ഉപ്പേരി വെക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മൾ മുളക്കൂമ്പിന്റെ തൊലിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. മുളക്കൂമ്പിന്റെ കട്ടിയുള്ള ഭാഗം നമുക്ക് അരിഞ്ഞു മാറ്റാം. അങ്ങനെ ഇവിടെ നമ്മൾ മുളക്കൂമ്പിന്റെ കട്ടിയുള്ള ഭാഗം അരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മുളക്കൂമ്പിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അധികം കട്ടിയില്ലാതെ നമ്മൾ കേബേജ് എല്ലാം മുറിച്ചിടുന്ന പോലെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ ഇവിടെ നമ്മളെ മുളക്കൂമ്പ് കുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ ഇത് നന്നായിട്ട് 5-6 വട്ടം വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനായി നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റി അതിലോട്ട് വെള്ളം ഒഴിച്ച് നമ്മളിവിടെ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മട്ട് പോകുന്നവരെ നമ്മൾ അതിനെ നന്നായി കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിനൊരു കഴുപ്പ് ചൊയ വരും. നമ്മൾ കഴുകിയിട്ട് അതിനെ ഊറ്റാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ രണ്ടാമത്തെ വട്ടാണ് കഴുകുന്നത്. നല്ലോണം കൈയിട്ട് തിരുമ്പി കഴുകുക. അതിൻ്റെ പശ പോലത്തെ ഉള്ള എല്ലാം നമുക്ക് കഴുകി കളയണം. അങ്ങനെ നമ്മൾ കഴുകിയിട്ട് ഒന്നും കൂടി ഊറ്റാനായി മാറ്റി വെക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ 3-4 വട്ടം കഴുകി ഇനി അത് നമ്മൾ ഒരു തിളച്ച വെള്ളത്തിലോട്ട് നമുക്കതിനെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കണം. നമ്മൾ അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അതിനെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുത്ത് ഒരു വേവ് പരുവ ആവുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഒന്നും കൂടി ഊറ്റിയെടുക്കണം. അങ്ങനെ ഇവിടെ ഇതാ നമ്മൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിനെ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം അതിനെ മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യമായത് എടുക്കുന്നത് ഇത്തിരി തേങ്ങയാണ്. അതിലോട്ട് തന്നെ നമുക്ക് സവാളയും കൂടി അരിഞ്ഞ് എടുക്കാം. അതിനുശേഷം നമ്മൾ അതിലോട്ട് കാന്താരിയും കൂടി നടുക്ക് കീറി ഇടുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഒരു അടുപ്പിലോട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുത്തു. നമുക്ക് ആവശ്യമായ കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഉള്ളി നന്നായി വാടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച മുളക്കൂമ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച മുളക്കൂമ്പിൽ വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലോട്ട് മാറ്റാൻ. അതിനുശേഷം നമുക്കതിനെ ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കതിനൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. 10-15 മിനിറ്റ് നമുക്കതിനെ ഒന്ന് നന്നായി അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ ഉപ്പേരി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ മുളക്കൂമ്പ് ഉപ്പേരി റെഡി ആയിരിക്കുന്നു.
ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ ഇതിന്റെ ടേസ്റ്റ് എല്ലാം നോക്കി അടിപൊളിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു അടിപൊളി സാധനമാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം, മറക്കരുത്.